ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ പോയ കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. 2 ലക്ഷം വെട്ടുകാട് പള്ളിയാണെങ്കിലും പോയ വഴിക്ക് കണ്ട ഈ ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുത്തതാണ്. കുഞ്ഞുമക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു രസമായിക്കോട്ടെ എന്ന് തോന്നി. പക്ഷേ കുറേ നേരം കാത്തു നിന്നിട്ടും അത് പതുക്കെ പോകുന്നത് കണ്ടപ്പോൾ എനിക്കും അല്പം ദേഷ്യമായി കേട്ടോ. കാരണം അതൊന്ന് പൊങ്ങുന്നത് കാണാൻ നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയോടെ കാത്തു നിന്നതാണ്. അത് അവിടെ കൊണ്ടുവന്ന് പിടിച്ചു വിട്ടു. ഇനി എപ്പോഴാണാവോ പൊങ്ങുന്നത്? ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ ഫ്ലൈറ്റ് അവിടെ നിന്നൊന്ന് മൂവായി തുടങ്ങിയത്. പെട്ടെന്ന് അത് ഓടിത്തുടങ്ങി കേട്ടോ. ഇനി പതുക്കെ അത് മുന്നിലോട്ടോടി ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ക്രിസ്തുരാജന്റെ സന്നിധിയിൽ പോയി നമ്മുടെ എന്താവശ്യവും നമുക്ക് തുറന്നു പറയാനായിട്ട് ഇവിടെ സാധിക്കും. നമ്മൾ കൊണ്ടുവന്ന നേർച്ച വസ്തുക്കളെല്ലാം തന്നെ ക്രിസ്തുരാജന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചു. അവിടെ മുട്ടുകുത്തി നമ്മൾ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തുരാജന്റെ സന്നിധിയിൽ നിന്നും ഇറങ്ങി നമ്മൾ വാങ്ങിച്ച മെഴുകുതിരി കത്തിക്കാനാണ് പിന്നെ പോയത്. ഇവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഒരു പലകത്തിൽ വേണം നമ്മൾ കൊണ്ടുവരുന്ന മെഴുകുതിരികൾ കത്തിക്കാൻ. ഇനി പള്ളിക്കകത്തുള്ള കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ലാത്തതല്ലേ. പള്ളിക്കകത്തോട്ട് കയറുന്നിട മുതൽ അതിമനോഹരമായാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാമോ ഓരോ കാഴ്ചകളും.
לא תשקוט כים, תשקוט כמוני. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു ചാപ്പലാണ്. എപ്പോൾ അവിടെ ചെന്നാലും ഒരച്ഛൻ അവിടെ പ്രസിംഗിനായി നിൽക്കാറുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലായി നമുക്ക് പല വിധത്തിലുള്ള ബിംബങ്ങൾ വാങ്ങിക്കാനും പലതരത്തിലുള്ള ബുക്കുകൾ, ജപമാലകൾ, ഹാരം, ബൊക്ക അങ്ങനെ തുടങ്ങി നമുക്ക് വീടുകളിൽ അലങ്കരിക്കാൻ പറ്റുന്ന എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റോറുകളിൽ നിന്ന് കളക്ട് ചെയ്യാനായി സാധിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് നടന്നാൽ പിന്നെ പോകുന്നത് നമ്മുടെ വെട്ടുകാട് പള്ളിയിലുള്ള ബീച്ചിലേക്കാണ്. ഈ കെൻറ്റുകളിൽ ഈ പള്ളിയിൽ വരുന്ന ഒത്തിരി ആളുകൾ കടൽ ആസ്വദിക്കാനും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ സമയം ചെലവഴിക്കാനുമായി ഒത്തിരി ആളുകൾ അവിടെ വരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് വെട്ടുകാട് ബീച്ചിന്റെ കഥകൾ പറയാം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ആവേശത്തിലായിരുന്നു. നുരഞ്ഞു പതയുന്ന തിരമാലയും ഒന്നിടവിട്ടാതെ വരുന്ന തിരയും കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ? നമ്മുടെ ജീവിതങ്ങളും ഒന്നൊഴിയാതെ വരുന്ന പ്രശ്നങ്ങളുമെല്ലാം പലപ്പോഴും ഒരു തിരമാല പോലെയാണ് നമ്മൾ കാണാറുള്ളത്. ഒന്ന് തീരുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങൾ വരുന്നത് പോലെ ഒരു തിരമാല ചെന്ന് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു തിരമാല അതിന് മുന്നിലൂടെ കടന്നു വരുന്നു. എന്ത് രസമാണ് കൂട്ടുകാരെ ഈ ഒരു കാഴ്ച കാണാൻ. പിന്നെ കുറച്ചു നേരം ഞങ്ങളും ആ തിരമാലയോട് കൂടെ കുറച്ചൊന്ന് സമയം ചെലവഴിച്ചു. വലിയവരും കുഞ്ഞുകുട്ടികളും പ്രായമായവരും ഒരുപോലെ ആസ്വദിക്കുന്നത് ഈ കടൽ തിരമാലകളിലാണ്. ആര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് കാല് നനയ്ക്കാതെ തിരിച്ചു കയറി പോകാൻ നമുക്ക് മനസ്സാവുക. ഇതെല്ലാം കണ്ട് മനസ്സ് സംതൃപ്തിയിൽ തിരിച്ചു മടങ്ങുമ്പോഴും ഇനി എന്ന് നാട്ടിൽ വരാൻ പറ്റും, ഈ പള്ളിയിൽ എന്ന് വരാൻ പറ്റും എന്നുള്ള കുറച്ച് വിഷമങ്ങളുമായി ഇന്നത്തെ ഈ കാഴ്ച ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു.